സുധാകരൻ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ ഉയർത്തിയിരിക്കുന്ന നിലപാട്, ആ കലാപക്കൊടി, അത് ഇപ്പോഴത്തെ സമയത്ത് കോൺഗ്രസ് എത്രത്തോളം അപകടം സൃഷ്ടിക്കുന്നതാണ്? ഇവിടെ രണ്ട് സുധാകരന്മാർ, ഇടതുപക്ഷത്തെ ജി സുധാകരനും കോൺഗ്രസിൻ്റെ കെ സുധാകരനും വാർത്തകളിൽ നിറയുന്ന ദിവസങ്ങളാണിത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരെ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന നിലയിലാണ് കെ സുധാകരൻ്റെ സാന്നിധ്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കെ സുധാകരനോട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തമായി ഒരു സൂചന പറഞ്ഞതാണ്, ഇപ്പോൾ നിങ്ങൾ മത്സരിക്കൂ, പിന്നീട് താങ്കളുടെ ക്ലെയിം പരിശോധിക്കാം. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറിപ്പോകേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അപ്പോഴും ചില ഉറപ്പുകൾ കൊടുത്തതാണ്. സുധാകരൻ്റെ താല്പര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തീർച്ചയായും പരിഗണിക്കും എന്ന ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ തനിക്കിപ്പോൾ അത് പാലിച്ച് ലഭിക്കണം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഒരുപക്ഷെ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഏടുകളിലേക്ക് വരുന്നു. ഇനി ഒരുപക്ഷെ ഒരു അംഗത്തിനുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു തിരഞ്ഞെടുപ്പ് അംഗത്തിനുള്ള ബാല്യം കെ സുധാകരൻ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വന്നുകൊണ്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലം വിജയിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭയിലെത്തുകയും കണ്ണൂർ മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു ഉണർവേകുന്ന UDF സംവിധാനത്തിൽ കണ്ണൂർ മൊത്തത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കെ സുധാകരൻ സാന്നിധ്യം ഉണർവേകുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. നമുക്ക് തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുകയും അതുപോലെ കണ്ണൂരെ പാർട്ടിയെ വൈബ്രൻ്റായി നിലനിർത്താൻ കഴിയുകയും ചെയ്യുക എന്ന ഒരു ചിന്തയാണ് ഒരുപക്ഷെ കെ സുധാകരനെ കൊണ്ട് ഇങ്ങനെ ഒരു കടുംപിടുത്ത നിലപാടിലേക്ക് എത്തിച്ചു നിർത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് നയത്തിൻ്റെ പ്രശ്നമാണ്. കണ്ണൂർ എന്ന ലോക്സഭാ സീറ്റ് നിലനിർത്താൻ കെ സുധാകരൻ അല്ലാതെ മറ്റാർക്ക് കഴിയും? കെ സുധാകരൻ നിയമസഭയിലേക്ക് ജയിച്ചു വന്നാൽ ലോക്സഭാ സീറ്റ് രാജിവെച്ച് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ലഭിക്കുന്നില്ല എങ്കിൽ നഷ്ടക്കച്ചവടമായി മാറും. പാർലമെന്റിലെ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണത്തിൽ ഒരെണ്ണം കുറവ് വരും എന്നതാണ് ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച കണ്ണൂരിലുള്ള എല്ലാ നേതാക്കന്മാരും തന്റെ കൈപിടിച്ച് വളർന്നവരാണ്, താൻ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നവരാണ് എന്ന് പറയുമ്പോൾ അത് ശക്തമായൊരു താക്കീതായി മാറുന്നുണ്ടോ? അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഈ അതൃപ്തി അദ്ദേഹവുമായി ആശയവിനിമയം നടക്കുന്നില്ല. അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഖർഗെ അടക്കം നടത്തിയ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറാതിരിക്കുന്ന അല്ലെങ്കിൽ മാറണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ഫോർമുല അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കണം. അതിൻ്റെ കൂടി പിൻബലത്തിലായിരിക്കണം ഇങ്ങനെ ഒരു ക്ലെയിം ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ എന്തായിരിക്കാം? അത് ആർക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ശ്രീ പ്രജീഷ്, ഹൈക്കമാൻഡ് ചാട്ടവാർ ഉയർത്തിയാൽ താൻ പൂർണ്ണമായി അനുസരിക്കില്ല എന്ന ഒരു താക്കീതിൻ്റെ സ്വരം കെ സുധാകരൻ്റെ ഭാഗത്തുണ്ട്. കെ സുധാകരൻ ഇല്ലാത്ത കണ്ണൂരിൻ്റെ കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണിത്. കണ്ണൂരെ പാർട്ടി സുധാകരൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കണ്ണൂരിൽ മുട്ടം വെട്ടി യഥാർത്ഥത്തിൽ കായികമായി തന്നെ CPM-നെ എതിർത്തുകൊണ്ട് പിടിച്ചു നിന്നത് സുധാകരൻ്റെ തണ്ടും തടിമിടുക്കും ശേഷിയും ശേമുഷിയും തന്നെയാണ്. അതുകൊണ്ടാണ് സുധാകരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ മക്കൾ എൻ്റെ പിള്ള എന്ന് പറയുമ്പോൾ കണ്ണൂരെ സുധാകരൻ്റെ പേരിലല്ല, കോൺഗ്രസിൻ്റെ പേരിലല്ല, കെ സുധാകരൻ എന്ന നേതാവിന് ചുറ്റും അണിനിരക്കുന്ന ഒരു യുവ സൈന്യം. ഇതായിരുന്നു കണ്ണൂരെ കോൺഗ്രസ്. അതുകൊണ്ടാണ് അവരാണ് കണ്ണൂരെ കോൺഗ്രസിൻ്റെ ഇളമുറക്കാർ. കെ സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇളമുറ. അവരാണ് വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്ത അവരുടെ ആശയ അഭിലാഷമാണ് തന്നിലൂടെ പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ കൂടെ തീരുമാനമനുസരിച്ചാണ് താൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് എന്നുകൂടി ഒരു ധ്വനി ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂരെ പാർട്ടി പ്രവർത്തകരെ, തന്നെ എക്കാലത്ത് നെഞ്ചിലേറ്റി നടത്തിയ പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കാനാവില്ല. അതുകൊണ്ട് താൻ രംഗത്ത് വന്നേ മതിയാവൂ. അല്ല എങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഒരുപക്ഷെ സാധ്യമായേക്കാം. താൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂർ നിയമസഭാ സെഗ്മെന്റിൽ താൻ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആളെ, ഹൈക്കമാൻഡ് പറയുന്ന ആളെയല്ല, സംസ്ഥാന സമിതി പറയുന്ന ആളെയല്ല, കനകോലു സൂചിപ്പിച്ച ആളെയല്ല, താൻ തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും, ആ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും, താൻ ഉണ്ടാകും ജയിപ്പിച്ചെടുക്കാൻ. ആ രീതിയിലേക്ക് സുധാകരൻ്റെ തീരുമാനത്തെ മാറ്റിയെടുക്കുക എന്ന ഒരു പോം വഴി ഇപ്പോൾ ഹൈക്കമാൻഡ് മുമ്പിലുണ്ട്. കെ സുധാകരൻ മത്സരിക്കുക എന്ന ഒരുപക്ഷെ അടഞ്ഞ അധ്യായമാണ്. അതിപ്പോൾ ഒരുപക്ഷെ അതിനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അടൂർ പ്രകാശിനും അതുപോലെ രാഘവനും എല്ലാം മത്സരിക്കാനുള്ള അനുവാദം കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് ആ ഒരു വിഷയം ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഒതുക്കില്ല. പരമാവധി പെർസ്വേഡ് ചെയ്ത് സുധാകരന് കൂടി സുധാകരന് കൂടി സ്വീകാര്യമാകുന്ന ഫോർമുലയിലേക്ക് എത്തുക എന്നതാണ്. തീർച്ചയായും ശ്രീ എൻ ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഒരു പിടിവാശി അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയുള്ള ഒരു നീക്കം, കണ്ണൂരിന് വേണ്ടിയുള്ള നീക്കം, അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് പറയാം, കോൺഗ്രസിലെ കാലവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്നതല്ല. ഡു ഓർ ഡൈ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പ്രവർത്തനം, ആ നിലയിലേക്ക് കോൺഗ്രസിന്റെ പോലും ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടി മുഴുവൻ ഒരു പടുകുഴിയിലേക്ക് എത്തുന്ന ഒരു നിലപാടാണോ ഇപ്പോൾ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? നോക്കൂ പ്രജീഷേ, എനിക്ക് രാവിലെ ശ്രീ സുധാകരന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പുനരാലോചനയിൽ ശ്രീ സുധാകരൻ ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുക എന്നുള്ള ഒരു മോഹം അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല. കാരണം എല്ലാ MP-മാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം പാർട്ടി എടുത്തു എന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല, കാരണം പാർട്ടി ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ വിഷയം എന്താ വെച്ചാൽ അതൊരു വികാരമാണ്, ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ വികാരമാണ് കണ്ണൂരിൽ ഇന്നുണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശ്രീ സുധാകരൻ അവിടെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഒരു പ്രതീകത്തിന്റെ മത്സരമായിട്ടാണ് അവിടെയുള്ള കോൺഗ്രസ്സുകാർ കാണുക. അപ്പൊ അതുകൊണ്ട് സുധാകരേട്ടന് മാത്രമായിട്ട് അവിടെ ഒരു ഇളവൊന്നും കൊടുക്കാൻ പാർട്ടിക്ക് പറ്റില്ല. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് ഒരു വർക്കിംഗ് കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് പിന്നീട് ഇളവ് കൊടുക്കുന്ന പരിപാടിയൊന്നും കോൺഗ്രസിനില്ല. അപ്പൊ ശ്രീ സുധാകരന്റെ ആ ഒരു നിലപാട് എടുത്തുകൊണ്ട് അവിടെ വലിയൊരു വികാരം ഇപ്പൊ വന്നിട്ടുണ്ട്. എന്താണ്? അതൊരു മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം. അതായത് സുധാകരൻ എന്ന മാർക്സിസ്റ്റ് വിരുദ്ധൻ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു മണ്ഡലത്തിൽ പാർട്ടിക്കുണ്ടാകുന്ന വലിയ നേട്ടം, അതാണ് ഞാൻ അവിടെ കാണുന്നത്. അതിലിപ്പോ അവിടെ നിങ്ങൾ നോക്കൂ, പെട്ടെന്ന് അവിടെ ഓടി വന്ന 2 പേര്, ഒന്ന് റിജിൽ മാക്കുറ്റിയും ഒന്ന് മുഹമ്മദ് ഷമ്മാസുമാണ്. ഈ 2 പേരും കണ്ണൂരിലത്തെ കോൺഗ്രസിന്റെ തീവ്ര നിലപാടുള്ള പാർട്ടി പ്രവർത്തകരാണ്. അവരൊക്കെ ഒരു പാർട്ടി വിരുദ്ധതയിലേക്ക് പോകുമെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവർ ഓടി വന്ന് അതില് വേറെ ചില കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യമൊന്നും തുറന്നു പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എന്നാലും അവർ ആ സമയത്ത് അവരവിടെ എത്തിയത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ശ്രീ സുധാകരൻ അവിടെ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഓളം എന്റെ അഭിപ്രായത്തിൽ അത് പാർട്ടിക്ക് വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ്. കാരണം ഞാൻ വ്യക്തമായിട്ടും വിശ്വസിക്കുന്നു സുധാകരൻ അവിടെ മത്സരിക്കില്ല, അദ്ദേഹം മത്സരിക്കില്ല. ഇനി അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പ്രത്യേക ഇളവ് നാളെ നേടുവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഒരു നിലപാട് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയേണ്ട ആളല്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 90% നിലപാട് മാറ്റാൻ വഴിയില്ല. ശ്രീ സുധാകരൻ മത്സരിക്കുമില്ല. മാത്രമല്ല, ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് കേട്ടു അവിടെ സുധാകരന്റെ ഒരു സമ്മർദ്ദം ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് സുധാകരന്റെ സമ്മർദ്ദം ആവശ്യമില്ല. അവിടെ സുധാകരൻ പറയുന്ന സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കൂ കണ്ണൂർ മണ്ഡലത്തില്. അതില് സുധാകരന്റെ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല. ആദ്യം ആരാണ് അവിടെ സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന് സുധാകരനോട് ആദ്യം ചോദിക്കുക. മറ്റേ അവിടെ നമ്മുടെ മാർട്ടിൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ആണെങ്കിലും അവിടുത്തെ യുവ നേതാക്കളാണെങ്കിലും അവിടുത്തെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണെങ്കിലും ഒക്കെ ഒരു സുധാകരൻ അനുകൂലികളാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ സണ്ണി ജോസഫ് അടക്കം അദ്ദേഹം മറ്റേ സുധാകരന്റെ ഒരു താല്പര്യം അവിടെ മാനിക്കുമെന്നായിരുന്നു യാതൊരു സംശയമില്ല. ഒന്നാമത്തെ അദ്ദേഹം മുൻ KPC പ്രസിഡന്റ് ആയിരുന്നു, രണ്ടാമത്തെ കാര്യം അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, മൂന്നാമത്തെ കാര്യം അദ്ദേഹം ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പരമപ്രധാനമായ കാര്യം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ ശത്രുവാണ്. ആ സുധാകരൻ നാളെ കണ്ണൂരിൽ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഓളം നിസ്സാരമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു സുധാകരന്റെ ഒരു താല്പര്യം, അദ്ദേഹത്തിന് മന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചിന്ത പ്രഥമ ദൃഷ്ട്യാ ചിലർക്കൊക്കെ തോന്നുകയാണെങ്കിലും ഞാൻ രണ്ടാമതൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം ഇന്നവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സുധാകരനെ അങ്ങനെയാണ് കാണുന്നത് പാർട്ടി പ്രവർത്തകര്. RSS ശാഖയ്ക്ക് കാവൽ നിന്നും സുധാകരൻ BJP-യിലേക്ക് പോകുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും ശ്രീ പ്രജേഷ് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ നാട്, പാർട്ടി സെക്രട്ടറിയുടെ നാട്, ജയരാജന്മാരുടെ നാട്, DYFA-കാരുടെ നാട്, അതുപോലെ മറ്റേ നമ്മുടെ SFI-കാരുടെ നാട് എല്ലാം കണ്ണൂരാണല്ലോ. സെൻട്രൽ കമ്മിറ്റി അടക്കം കണ്ണൂരല്ലേ. അപ്പൊ അവിടെ ശ്രീ സുധാകരനെ ഉണ്ടാക്കുന്ന ആ ഒരു ഓളമാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവിടെ KSUക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് 15 ദിവസം ജയിലിലിട്ടത് എന്തായിരുന്നു? ആ കോലാഹലം.
അതുണ്ടാക്കിയ പ്രശ്നം എന്തായിരുന്നു? അവിടെ ശ്രീ സുധാകരനെ പോലുള്ളവരുടെ നേതൃത്വം കോൺഗ്രസും KSU ആഗ്രഹിക്കുന്നു. ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ ഓളം എന്നും അല തല്ലുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ല മൊത്തം അങ്ങനെയാണ്. അപ്പൊ അവിടെ ശ്രീ സുധാകരൻ ഞാൻ മത്സരിക്കുന്ന പറയുമ്പോൾ പ്രവർത്തകർ മുഴുവൻ മനസ്സിൽ വികാരം എന്താ അറിയോ? ആന്റി പിണറായി വേവ്. വൈകാരികമായിട്ടുള്ള കുറിപ്പുകൾ കുറേ വരികളുണ്ട്. അതിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ അത് കണ്ണൂരിലെ ജനങ്ങളോട് മാത്രമല്ല ആ ഓർമ്മപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവേള എടുത്ത ശേഷം ശ്രീ ജയചന്ദ്രൻ അങ്ങിലേക്ക് എത്താം. കണ്ണൂരിലെ ആജ്ഞാശേഷിയുള്ള ഒരു നേതാവ് തന്നെയാണ് സുധാകരൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഒരു പൊതു നിലപാടുണ്ടല്ലോ. ആ നിലപാടെന്ന് പറയുന്ന MP മാർ നിലവിൽ മത്സരിക്കേണ്ടതില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അരഡസനോളം ആളുകൾ ഇങ്ങനെ കച്ചമുറുക്കി നിൽക്കുകയാണ്. അപ്പോൾ സുധാകരന് കൊടുക്കുന്ന ആ ഒരു ഇളവ് ചർച്ച ചെയ്യപ്പെട്ടേക്ക്. ഇപ്പോൾ അസമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗൊഗോയിക്ക് ഒരു പ്രത്യേക ഇളവ് നൽകുകയാണ്. അത് അവിടുത്തെ ഒരു സാഹചര്യമാണ് പറയുന്നത്. ഹൈക്കമാൻഡിനും അങ്ങനെയാണ് അവതരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സുധാകരൻ്റെ ഇന്നത്തെ ഈ കലാപക്കൊടി ഉയർത്തലിന് അത് എത്രത്തോളം സുധാകരൻ അനുകൂലമായി കൊണ്ടുവരാൻ കഴിയും? സുധാകരനെ അവതരിപ്പിക്കാൻ തന്നെയായിരിക്കുമോ കണ്ണൂരിൽ ഒരു വലിയ സമ്മർദ്ദം ചെന്നെത്തുക? അതല്ല സുധാകരൻ പറയുന്നത് പോലെ സുധാകരൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും സുധാകരൻ പറയുന്ന ആളെ കൊണ്ടെത്തിക്കുക? അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയുടെ പരിണാമം എങ്ങനെയാണെന്നാണ് അങ്ങ് കാണുന്നത്? ഇത് സാധാരണഗതിയിലുള്ളത് പോലെ തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കാനാണ് എല്ലാ സാധ്യതയും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു തീവ്ര നിലപാട് സ്വീകരിച്ച് പാർട്ടിയുടെ കലാപക്കൊടി ഉയർത്താൻ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. കാരണം അദ്ദേഹത്തെ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവ് എന്ന രോഗം, രണ്ട് വെരിക്കോസ് വെയിൻ എന്ന രോഗം. ഇത് രണ്ടും അലട്ടുന്ന ഒരു നേതാവാണ് ശ്രീ സുധാകരൻ. അദ്ദേഹത്തിന് യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി നിരന്തരം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, മറ്റാരുമല്ല. എനിക്കും ആ വിവരം കിട്ടുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അങ്ങനെ അദ്ദേഹം മാറ്റപ്പെടുന്നു. ഇപ്പോൾ ആ അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? അസുഖം മാറിയോ? ഒന്നുമല്ലല്ലോ. അപ്പൊ ഇപ്പൊ വേണ്ടത് വരുന്ന തൊട്ട് മുമ്പിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നോമിനികൾക്ക് സീറ്റ് കിട്ടണം. ആ രണ്ട് നോമിനികളെ രാവിലെ നമ്മൾ ചാനലുകളിൽ കണ്ടു. പ്രധാനപ്പെട്ട രണ്ട് നോമിനികൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർ. അവർക്ക് രണ്ടുപേർക്ക് കണ്ണൂർ സീറ്റ് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂർ സീറ്റ് കിട്ടിയേക്കാം. അപ്പൊ കണ്ണൂരിന് പുറത്ത് പിന്നെ അദ്ദേഹം നോക്കുന്നത് കോഴിക്കോടാണെന്നാണ് കേൾക്കുന്നത്. അവിടെയും വേണം ഒരു സീറ്റ്. ആ രണ്ട് സീറ്റ് അദ്ദേഹം ചോദിക്കുന്നത്. കൂടുതൽ 5ഉം 10ഉം സീറ്റ് ഒന്നും സ്വാഗതം ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധത രക്തത്തിൽ അലിയിച്ചു ചേർത്ത സുധാകരനെ പോലുള്ള ഒരു നേതാവിന് 2 സീറ്റ് ചോദിക്കുന്നതൊന്നും കൂടുതലൊന്നുമല്ല. പക്ഷെ അത് കിട്ടണമെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഴിക്കടവൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് സുധാകരനെ പോലെ പോരാളി തീരുമാനിക്കുക. അത് തന്നെയാണ് അദ്ദേഹം എടുത്തത്. എനിക്ക് സീറ്റ്, കണ്ണൂർ അസംബ്ലി സീറ്റ് എനിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. കേരളത്തിലെ നേതാക്കൾ തീരുമാനിക്കില്ല എന്നത് നമുക്ക് അറിയാം. കാര്യം അവർക്ക് കണ്ണൂർ അടക്കം വേറെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെ ഉണ്ട്. അതേസമയം കണ്ണൂർ ജില്ലയിൽ സുധാകരന്റെ അത്രയും ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി കോൺഗ്രസ് ഇല്ലതാണ്. ഇപ്പോഴൊന്നല്ല, കഴിഞ്ഞ കുറച്ച് കാലം അങ്ങനെയാണല്ലോ കണ്ണൂരിലെ കോൺഗ്രസ് നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ പരിഗണിക്കാതിരിക്കാൻ ഈ ശ്രീ ജയചന്ദ്രൻ ഒരു കാര്യം കൂടി, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിലെ വരികൾ വായിക്കുമ്പോൾ അങ്ങേയറ്റത്തെ വൈകാരികമായിട്ടുള്ള തലങ്ങളാണ് അവിടെ ഉണർത്തുന്നത്. അത് കുറച്ചുകൂടി കണ്ണൂരിലെ പ്രവർത്തകർക്കിടയിൽ യുവ നേതാക്കൾക്കിടയിൽ ആവേശം സൃഷ്ടിക്കുകയാണോ, അതല്ലാതെ ഒരു മുന്നറിയിപ്പായിട്ടുള്ള അല്ലെ അവസാന വരികളുണ്ടല്ലോ അതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് മാറുകയാണോ ചെയ്യുക? ഇല്ല, അദ്ദേഹം മുന്നറിയിപ്പിന്റെ ഒരു അത്തരം സൂചകങ്ങളിലേക്കോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നേതാവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കോൺഗ്രസ് അനായാസം വിട്ടൊഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള നേതാവല്ലെന്നേ സുധാകരൻ എന്ന കരുത്തനായ കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരു ബാർഗൈനിങ് പൊളിറ്റിക്സ് തന്നെയാണ് പ്രതീക്ഷയെ. അദ്ദേഹം ബാർഗൈൻ ചെയ്താലേ നേടാൻ കഴിയൂ. അദ്ദേഹത്തിനല്ല, കോൺഗ്രസ്സുകാർക്കും ബാർഗൈൻ ചെയ്ത് നേടാൻ കഴിയുള്ളല്ലോ കേരളത്തിൽ. അതാണല്ലോ അവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ബാർഗൈനിങ് പൊളിറ്റിക്സ് കാഴ്ചവെക്കേണ്ടി വരും.
അതിൽ സുധാകരന്റെ വർഷം ഇങ്ങനെ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയൂ. ഇതുകൊണ്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അനുനയിപ്പിച്ചു കൊണ്ടിരുന്ന അവസാനം ഇത്ര സീറ്റ് എന്നുള്ള നിലയിൽ തന്നെയാവും. അത് പിന്നെ കണ്ണൂരും കോഴിക്കോടും കിട്ടണം എന്നുള്ളത് വിജയിക്കുമോ അതോ കണ്ണൂർ മാത്രമായിട്ട് അത് ഒതുങ്ങുമോ എന്നുള്ളതൊക്കെ തിങ്കളാഴ്ചത്തെ ചർച്ച കഴിയുമ്പോൾ തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ, നമുക്ക് സമയക്കുറവുള്ളതാണ്. അതുകൊണ്ട് അതിഥികൾക്ക് നന്ദി. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും സുധാകരൻ ഉയർത്തിയ കലാപം അത് കെട്ടടങ്ങുമോ, കോൺഗ്രസിന് വലിയ തോതിൽ വിയർക്കാതെ തന്നെ പരിഹരിക്കാൻ കഴിയുമോ? തിങ്കളാഴ്ചയോടുകൂടി എന്ത് ഫോർമുല സുധാകരന് മുൻപിലേക്ക് വെക്കാൻ കഴിയും ഹൈക്കമാൻഡിന്? കാര്യങ്ങൾ സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹൈക്കമാൻഡിന് എന്നാണ് ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ്.